നേരെ വെടിയുതിർക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടെന്ന് പരീക്ഷാ ഭേദഗതി ബിൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ. അമിത്ഷായ്ക്ക് സഭയിലെത്താൻ ഭയമാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. ഒരു മന്ത്രിയും വെടിയുതിർക്കാൻ ഉത്തരവിട്ടിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് മറുപടി നൽകി. രാഹുൽ മാപ്പു പറയണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. सदस्य फिर हर विषय हर मुद्दे पर पर्याप्त समय दिया है. പരീക്ഷാ ഭേദഗതി ബിൽ ചർച്ചയ്ക്കിടെ അതിരൂക്ഷ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി കേന്ദ്രത്തെ കടന്നാക്രമിച്ചത്. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ അമിത്ഷാ ഉത്തരവിട്ടു. 30 കാറുകളുടെ അകമ്പടിയോടെയാണ് അമിത്ഷാ സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിന് ഭയമാണ്, അതുകൊണ്ടാണ് സഭയിൽ വരാത്തതെന്നും രാഹുൽ വിമർശനമുന്നയിച്ചു. Home Minister of this country does not have the courage to come and sit here. ഭരണപക്ഷത്തിനെതിരായ രാഹുൽ ഗാന്ധിയുടെ പരാമർശം സഭയെ ചൂടുപിടിപ്പിച്ചു. രാഹുൽ ഗാന്ധി അസഭ്യ പദപ്രയോഗങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഉന്നയിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. पार्लियामेंट्री जो सिस्टम है उसको लेकर के एक नियम हमने पढ़ के सुनाया. ये किताब का भी जिक्र किया कि अन पार्लियामेंट्री एक्सप्रेशन. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയാത്തതിലെ നിരാശയെന്നാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ പരിഹാസം. പ്രതിപക്ഷ ബഹളത്തിനിടെ ശബ്ദവോട്ടോടെ പരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ഭരണപക്ഷത്തിന്റെ ആവശ്യപ്രകാരം രാഹുലിന്റെ വിവാദ പരാമർശങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കി. വലിയ അവകാശവാദങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ പരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റിൽ കൊണ്ടുവന്നത്. എന്നാൽ ബില്ലിന്റെ ചർച്ചാ സമയത്തോ പാസാക്കുമ്പോഴോ പ്രധാനമന്ത്രിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ സഭയിൽ ഉണ്ടായിരുന്നില്ല. ഇതിനെയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്, വിമർശിക്കുന്നത്. റിപ്പോർട്ടർ നോബൽ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.